ഇന്ത്യയിൽ വീട്ടിൽ സ്വർണം സൂക്ഷിക്കുന്നതിന് നിയമപരമായ അളവ് പരിധിയില്ല. എന്നാൽ ആവശ്യമായ വരുമാന രേഖകളോ കൃത്യമായ ബില്ലുകളോ ഇല്ലെങ്കിൽ ആദായനികുതി വകുപ്പിന്റെ, അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധനയിൽ അത് പിടിച്ചെടുക്കാനും ഉയർന്ന പിഴ ചുമത്താനും നിയമമുണ്ട്. കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് (CBDT) പുറപ്പെടുവിച്ചിട്ടുള്ള ചട്ടങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. രേഖകളില്ലാതെ കൈവശം വെക്കാവുന്ന പരിധി. വരുമാന രേഖയോ വാങ്ങിയ ബില്ലോ ഇല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വീട്ടിൽ സൂക്ഷിക്കാവുന്ന സ്വർണ്ണാഭരണങ്ങളുടെ പരിധി താഴെ പറയുന്ന അളവിലാണ്. വിവാഹിതയായ സ്ത്രീ 500 ഗ്രാം ഏകദേശം 62.5 പവൻ. അവിവാഹിതയായ സ്ത്രീ 250 ഗ്രാം ഏകദേശം 31.25 പവൻ. പുരുഷന്മാർ വിവാഹിതരോ അവിവാഹിതരോ 100 ഗ്രാം ഏകദേശം 12.5 പവൻ ആണ് സൂക്ഷിക്കാൻ പറ്റുന്നത്. നിയമ നടപടിയും ഭീമമായ പിഴയും. നിങ്ങളുടെ കൈവശം കൃത്യമായ ബില്ലുകൾ, ഇൻഹെറിറ്റൻസ് പാരമ്പര്യമായി കിട്ടിയത്, രേഖകൾ അല്ലെങ്കിൽ സമ്മാനമായി കിട്ടിയതിൻ്റെ രേഖകൾ ഉണ്ടെങ്കിൽ എത്ര അളവ് സ്വർണം വേണമെങ്കിലും വീട്ടിൽ സൂക്ഷിക്കാം. എന്നാൽ രേഖകളില്ലാതെ മുകളിൽ പറഞ്ഞ പരിധിയിൽ കൂടുതൽ സ്വർണം കണ്ടെത്തുകയും അതിൻ്റെ കൃത്യമായ വരുമാന സ്രോതസ്സ് തെളിയിക്കാൻ സാധിക്കാതെ വരികയും ചെയ്താൽ താഴെ പറയുന്ന നടപടികൾ നേരിടേണ്ടി വരും. 1. സ്വർണം കണ്ടുകെട്ടൽ. രേഖകളില്ലാത്ത അധിക സ്വർണം ആദായനികുതി ഉദ്യോഗസ്ഥർക്ക് പിടിച്ചെടുക്കാം. 2. കനത്ത പിഴ ടാക്സ് ആൻഡ് പെനാൽറ്റി. വെളിപ്പെടുത്താത്ത വരുമാനമായി കണ്ട് സെക്ഷൻ 69A അത്തരം സ്വർണത്തിന്മേൽ നികുതി, സെസ്സും പിഴയും ഉൾപ്പെടെ ഏകദേശം 78% വരെ തുക സർക്കാരിലേക്ക് അടയ്ക്കേണ്ടി വരും. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. പഴയ സ്വർണം പാരമ്പര്യമായി ലഭിച്ചതോ കുടുംബത്തിൽ നിന്ന് സമ്മാനമായി കിട്ടിയതോ ആയ സ്വർണമാണെങ്കിൽ അത് തെളിയിക്കുന്ന വിൽപത്രമോ കുടുംബ ഉടമ്പടികളോ കൈവശം വയ്ക്കുന്നത് സുരക്ഷിതമാണ്. ബില്ലുകൾ സൂക്ഷിക്കുക. പുതിയ സ്വർണം വാങ്ങുമ്പോൾ നികുതി, GST അടച്ച കൃത്യമായ ഇൻവോയ്സ് എപ്പോഴും സൂക്ഷിക്കേണ്ടതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.